നമസ്കാരം. മാർച്ച് മാസം ആരംഭിച്ചിരിക്കുകയാണ്. മാർച്ച് 13 വരെ ആദിത്യൻ കുംഭം രാശിയിലും തുടർന്ന് മീനം രാശിയിലും സഞ്ചരിക്കുന്നതാണ്. ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി ഞാറ്റുവേലകൾ മാർച്ച് മാസത്തിലുണ്ട്. മാർച്ച് 10-നാണ് അമാവാസി വരുന്നത്. മാർച്ച് 25-ന് വെളുത്ത വാവും വരും. മാർച്ച് 7-ന് ബുധൻ മീനത്തിലും മാർച്ച് 25-ന് മേടത്തിലും സംക്രമിക്കുന്നതാകുന്നു. വ്യാഴം മേടം രാശിയിൽ ഭരണി നക്ഷത്രത്തിൽ തുടരുന്നതുമാണ്. സൂര്യൻ മാർച്ച് 14-ന് മീനം രാശിയിലേക്ക് കടക്കും. രാഹു മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിന്റെ 3-ാം പാദത്തിലുമാണ്. കേതു കന്നി രാശിയിൽ ചിത്തിര നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നതാകുന്നു. മാർച്ച് 6 മുതൽ കേതു അത്തം നാളിലാണ് സഞ്ചരിക്കുക. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ നോക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് മാർച്ചിൽ വളരെയധികം നേട്ടങ്ങൾ, ഭാഗ്യം, സാമ്പത്തികപരമായ ഉയർച്ച എന്നിവ കൈവരിക്കുവാൻ സാധിക്കുന്നു എന്ന് തന്നെ പറയാം. ഭാഗ്യത്തിൽ ആറാടുന്നു എന്ന് തന്നെ പറയാം. അത്രമേൽ ഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത്. പറയുന്നത് പൊതുഫലമാണ്. എന്നിരുന്നാൽ പോലും 70% ഈ നക്ഷത്രക്കാർക്കും ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരും. എന്നാൽ ജാതകത്തിൽ വളരെയധികം ദോഷഫലങ്ങൾ ഉണ്ട് എങ്കിൽ പ്രതീക്ഷിച്ച അത്രയും ഭാഗ്യം ലഭിക്കണം എന്നില്ല. ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, മാർച്ച് മാസത്തിന്റെ ആദ്യ പകുതി വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. അതേപോലെ തന്നെ മേലുദ്യോഗസ്ഥരിൽ നിന്നും നിങ്ങൾക്ക് പ്രീതി വന്ന് ചേരുന്ന ഒരു സമയം കൂടിയാണ്. മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു സമയം കൂടിയാണ് ഇത്. സന്തോഷം വരുന്നതായ പല കാര്യങ്ങളും, അത്തരത്തിൽ സന്തോഷം നൽകുന്ന പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരുന്ന അവസരം കൂടിയാണ് ഇത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, സാമ്പത്തിക സ്ഥിതി ഉയരുന്നതിനോടൊപ്പം ചെലവ് അല്പം വർദ്ധിക്കുവാൻ സാധ്യത വളരെ കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഭൂമി വാങ്ങാനോ അതേപോലെ തന്നെ വിൽക്കാനോ ഉള്ള ശ്രമങ്ങൾ ഉണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ വിജയം കാണും, വിജയത്തിൽ എത്തിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ലാഭം ഇരട്ടിപ്പിക്കുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ കടന്ന് വരിക തന്നെ ചെയ്യും. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും വളർച്ച കൈവരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. വിദേശത്തേക്ക് പഠനത്തിന് പോകുവാനുള്ള അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ജോലിക്കായി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ സമയം നല്ലതാണ്, അഥവാ നിങ്ങൾക്ക് അനുയോജ്യമായ സമയം തന്നെയാകുന്നു. അതിനാൽ തന്നെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ എടുക്കുവാനും സമയോചിതമായി തന്നെ കാര്യങ്ങൾ പൂർത്തിയാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഈ മാസം അനുകൂലം തന്നെയാണ് ഫലം. ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ജോലിയിൽ അനുകൂലമായ ഫലങ്ങൾ സിദ്ധിക്കുന്നതായ അവസരങ്ങളാണ് വന്നു ചേരുക. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് ധനപരമായ പല നേട്ടങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ്. പദവിയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. കൂടാതെ ശമ്പളം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. രാഷ്ട്രീയ പ്രവർത്തകർക്കും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന സമയം കൂടിയാണ് ഇത്. കൂടാതെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പലവിധ നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. ജോലിക്കായി ശ്രമങ്ങൾ നിങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ് ഫലം, അഥവാ അനുകൂല ഫലങ്ങൾ നൽകും. വസ്തു, വീട് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ഫലങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വന്നു ചേരുക. കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രശസ്തി പെട്ടെന്ന് വർദ്ധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും.
യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കുന്നതാണ്. അതിനാൽ ഈ സമയം യാത്രകളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ സന്തോഷകരമായ സമയങ്ങൾ കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അനുകൂലം തന്നെയാണ് ഈ സമയം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൽ വളരെ അനുകൂലം തന്നെയാണ് സമയം. ഈ സമയം നിങ്ങൾക്ക് അധ്വാനിക്കാനുള്ള ഒരു സമയം തന്നെയാണ്. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങൾ ഇരട്ടിയായി തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അവർക്ക് മുന്നിലുള്ള തടസ്സങ്ങൾ വഴിമാറുക തന്നെ ചെയ്യും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ അവസരങ്ങൾ വന്ന് ചേരും. സാമ്പത്തിക സ്ഥിതി ഉയരുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. 7ാം ഭാവത്തിലെ ചൊവ്വ നിങ്ങൾക്ക് പ്രണയത്തിൽ വിജയം നൽകും എന്ന കാര്യവും ഓർക്കുക. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ്. ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ്. ഈ സമയം നിങ്ങൾ ശരിയായ രീതിയിൽ ഇഷ്ടദേവതയെ ഭജിച്ച് ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്തരം നക്ഷത്രമാണ്. ഉത്തരം നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയത്തിൽ തന്നെ കലാശിക്കും. മക്കളോടൊപ്പം താമസിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാണ്. അന്യനാട്ടിലുള്ള വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും നാട്ടിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും. തൊഴിൽപരമായി പല യാത്രകളും നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്ന് ഭവിക്കുന്നതാണ്. അതിനാൽ തന്നെ ഈ സമയം തൊഴിൽപരമായി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ശത്രുക്കളുണ്ട് എങ്കിൽ അവർക്ക് മേൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. രോഗികൾക്ക് ഈ സമയം അല്പം ആശ്വാസം ലഭിക്കുന്നതാണ്. കിടപ്പ് രോഗികളുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കടബാധ്യതകൾ പരിഹരിക്കുവാൻ സാധിക്കും. ചില കൈവായ്പകളെങ്കിലും കൊടുത്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. വസ്തു, ഭൂമി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അഥവാ വീട് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം. ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിൽപ്പനകൾ നിങ്ങൾക്ക് ലാഭം നേടിത്തരും എന്ന കാര്യം തീർച്ച തന്നെയാണ്. അത്തരം ശ്രമങ്ങളുണ്ട് എങ്കിൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. നവസംരംഭങ്ങളിൽ ലാഭം കൈവരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾ ചില കാര്യങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും. വാങ്ങാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ആഡംബരപൂർണമായ ചില വസ്തുക്കളും ഈ സമയം നിങ്ങൾക്ക് വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യനും ശനിയും അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നത്. അനുകൂലമായതിനാൽ തന്നെ നിങ്ങൾക്ക് പല അനുകൂലമായ ഫലങ്ങളും ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മുന്നേറുവാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട് പല കരാറുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പുതുക്കി ലഭിക്കുവാനുള്ള സാധ്യതകളോ പുതിയ കരാറുകൾ നേടുവാനുള്ള സാധ്യതകളോ കൂടുതൽ തന്നെയാകുന്നു. സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ അത്തരം പ്രയാസങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകും. സർക്കാരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ പാരമ്പര്യമായ സ്വത്ത് ലഭിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല മനക്ലേശങ്ങളും ഈ സമയം പരിഹരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. അവിവാഹിതരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും വിവാഹത്തിന് അനുയോജ്യമായ ബന്ധങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങൾ പാർവതി പരമേശ്വരന്മാരെ ആരാധിച്ച് മുന്നോട്ട് പോവുക. ഇഷ്ടദേവതയെ ഒപ്പം ആരാധിക്കേണ്ടതാകുന്നു. നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാനും ഇപ്പോൾ അനുഭവിക്കുന്നതായ പലവിധ തടസ്സങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും സഹായകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്.